രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ബീഹാറിൽ പുരോഗമിക്കുകയാണ്. 8ാം ദിവസമായി ഇന്ന് കതിഹാറിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന യാത്ര ഇന്ന് വൈകുന്നേരം അരാരിയയിലെ പൊതുസമ്മേളനത്തോടെ അവസാനിക്കും. വിനിത വി ജി വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. വിനിത, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് 8ാം ദിനമാണ്. 8ാം ദിനം രാവിലെ 8 മണിയോടുകൂടി കതിഹാറിൽ നിന്നാണ് വോട്ടർ അധികാർ യാത്ര ആരംഭിക്കുന്നത്. വോട്ട് കൊള്ളയ്ക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്രയ്ക്ക് വിവിധ മണ്ഡലങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ആരംഭിക്കുന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും. ഒപ്പം തന്നെ ഇന്ന് 11:30 നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്ര നയിക്കാനുണ്ട്. ഇതുകൂടാതെ ദീപാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളായിരിക്കും ഇന്ന് മാധ്യമങ്ങളെ കാണുക. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. വിവിധ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് അരാരിയയിൽ യാത്ര എത്തി അവിടുത്തെ പൊതുസമ്മേളന പരിപാടിയോടുകൂടിയാണ് ഇന്നത്തെ യാത്ര അവസാനിക്കുക. നാളെ കൂടി യാത്ര കഴിഞ്ഞാൽ പിന്നീട് മറ്റന്നാൾ ഒരു ദിവസം വീണ്ടും ഒരു ഇടവേള എടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും വീണ്ടും യാത്ര പുനരാരംഭിക്കുക. 27 മുതൽ ഈ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. സ്റ്റാലിൻ ഈ യാത്രയുടെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമായി ബീഹാറിലേക്ക് എത്തിച്ചേരും. മുതിർന്ന നേതാക്കളും യാത്രയുടെ ഭാഗമാകുന്നുണ്ട്. വലിയൊരു ജനസ്വീകാര്യത തന്നെയാണ് വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ബീഹാറിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, താങ്ക് യു വിനിത വി ജി. ചില ആൾക്കാർ ചോദിക്കുന്നു മാർക്കറ്റിലെ വെളിച്ചെണ്ണയ്ക്ക് 12 രൂപ കുറയുമെന്ന് പറയുന്നത് ശരിയാണ്. ഞാനിപ്പം ഹെഡ്ലൈനിൽ പറഞ്ഞതല്ലേ ഉള്ളൂ. സപ്ലൈകോ 12 രൂപ വിലക്കുറവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങണമെന്നുള്ള ആൾക്കാർ മായമില്ലാത്ത വെളിച്ചെണ്ണ വേണ്ടത് സപ്ലൈകോയെ തന്നെ സമീപിക്കുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.